Hello, this is Daniel from iCarly.com. ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൈക്രോമാക്സിൻ്റെ A110 Canvas 2 എന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. ഇത് നമ്മൾ സാധാരണ കിട്ടുന്ന ഒരു ചീപ്പ് ആൻഡ്രോയിഡ് ഫോണായിട്ട് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഇതിനൊരു 5-inch സ്ക്രീൻ ഉണ്ട്. വളരെ വലിയ ഫോണാണിത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡ്യുവൽ കോർ പ്രോസസ്സറാണ്. 1 GHz ഡ്യുവൽ കോർ പ്രോസസ്സറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ 8 MP ക്യാമറ. പിന്നെ ഇതൊരു ഡ്യുവൽ സിം ഫോണാണ്. പിന്നെ ആൻഡ്രോയിഡ് ഐസ്ക്രീം സാൻഡ്വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ ലോഡ് ചെയ്ത് വരുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസാണ്. ഇതിന് ജസ്റ്റ് 9,900 rupees അതിന് വിലയുള്ളത്. അതായത് 10,000 രൂപയിൽ താഴെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണിത്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാർക്കറ്റിലുള്ള വേറെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സാംസങ് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസ് നന്നായിട്ട് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമായ സാംസങ് ഗാലക്സി ഏസ്. ഈ ഫോണിന് ഏകദേശം 10,500 രൂപ വിലയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു 3.5-inch സ്ക്രീനുണ്ട്, 800 MHz പ്രോസസ്സർ, 3.2 MP ക്യാമറ. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 5-inch സ്ക്രീൻ ഉണ്ട്, 1 GHz ഡ്യുവൽ കോർ പ്രോസസ്സർ ഉണ്ട്, പിന്നെ 8 MP ക്യാമറ വിത്ത് LED ഫ്ലാഷ്. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫോൺ കമ്പയർ ചെയ്യണമെങ്കിൽ എൻ്റെ സോണി എക്സ്പീരിയ P എന്ന് പറഞ്ഞ ഈ ഹാൻഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം 23,000 രൂപ വിലയുണ്ട്. ഇതിന് 1 GHz ഡ്യുവൽ കോർ പ്രോസസ്സർ, 1 GB റാം, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഐസ്ക്രീം സാൻഡ്വിച്ച്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും പിന്നെ 8 MP ക്യാമറ ഉണ്ട്. പക്ഷേ ഏകദേശം ഇതേ ഫോണിൻ്റെ, അതായത് ഈ ഫോണിൻ്റെ അതേ കോൺഫിഗറേഷനുള്ള ഫോണാണ് നമുക്ക് 10,000 താഴെ 23,000 അല്ലെങ്കിൽ 25,000 രൂപ റേഞ്ചിൽ വരുന്ന ഫോണിൻ്റെ കോൺഫിഗറേഷനുള്ള ഫോൺ. ഇവൻ ചില ഫീച്ചേഴ്സ് ബാക്കിയുള്ള ഫോൺസിനേക്കാളും കൂടുതലാണ്. കാരണം ഇതിൻ്റെ സ്ക്രീൻ സൈസ് കൂടുതലാണ്. പിന്നെ ഇതൊരു ഡ്യുവൽ സിം ഫോണാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി സാധാരണ കാണുന്ന ചൈനീസ് ഫോൺസ് പോലെയൊന്നുമല്ല. ഇതിൻ്റെ വളരെ റഫ് ആൻഡ് ടഫായിട്ടുള്ള, വളരെ സ്ക്വീക്കിംഗ് സൗണ്ടൊന്നും ഇല്ലാത്ത, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോണാണ്. ഞാൻ ഈ ചെയ്യുന്നത് ഈ ഫോണിൻ്റെ റിവ്യൂ ആണ് ഇതിലേക്ക് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ശ്രദ്ധിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ റൈറ്റിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഇതിൻ്റെ സ്ക്രീൻ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ വളരെ ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതൊരു ആമോലെഡ് ഡിസ്പ്ലേ ആണെന്ന് വരെ നമുക്കൊരു ഡൗട്ട് തോന്നിപ്പോവും. പക്ഷേ 10,000 താഴെ ഇത്രയും വലിയ സൈസ്, ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ വേറൊരു ഫോൺസിന് അവൈലബിൾ അല്ല. പിന്നെ ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് ഈ ബട്ടൺ ടച്ച് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് അൺലോക്ക് ആവും. അതുപോലെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ ഒരു ക്യാമറ ഓപ്ഷനും കാണുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് പെട്ടെന്ന് അത്യാവശ്യം ഒരു ഫോട്ടോ എടുക്കേണ്ട ആവശ്യം വന്നാൽ ഡയറക്റ്റ് ഫോൺ അൺലോക്ക് ചെയ്ത് പിന്നെ ക്യാമറ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് ഫോൺ അൺലോക്ക് ചെയ്യാം. ഞാൻ നോട്ടീസ് ചെയ്യുന്നത് വളരെ ഒരു ഭംഗിയുള്ള ഒരു ഹോം സ്ക്രീനാണ്. ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഒരു ടൈം വിഡ്ജറ്റ് ഉണ്ട്, ഗൂഗിൾ സെർച്ച് ഓപ്ഷൻ ഉണ്ട്, പിന്നെ മൈക്രോമാക്സിൻ്റെ 2 ബിൽറ്റ്-ഇൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഇതുപോലെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് മെനുവിലേക്ക് കയറിയാൽ നമുക്ക് വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുന്നത്. ഇതിൽ ഓൾ ആപ്ലിക്കേഷൻസ് മെനുവാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഇത് വരും. അതുകൂടാതെ തന്നെ വിഡ്ജറ്റ്സും ഇതേ മെനുവിൽ തന്നെ കാണുന്നുണ്ട്. സാധാരണ ഫോണിലെ ആപ്ലിക്കേഷൻസ് മാത്രമേ കാണുള്ളൂ. ഈ ഓപ്ഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വിഡ്ജറ്റ്സ് മാറ്റിയിട്ട് ആപ്ലിക്കേഷൻസ് മാത്രം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്ത് നോക്കാം. ലോങ് പ്രസ് ചെയ്ത ഓപ്ഷൻ വരും, വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. ഞാനിപ്പോൾ എൻ്റെ അതിൽ നിന്നൊരു വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ട് ഇതിലുള്ള തന്നെ ബിൽറ്റ്-ഇൻ ആയിട്ടുള്ള വാൾപേപ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഇത് സെലക്ട് ചെയ്ത് ഓക്കെ, ഇപ്പോൾ ആ വാൾപേപ്പർ സെറ്റായി. പിന്നെ ഇതിലേക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യും. ഇപ്പോൾ ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൈം വിഡ്ജറ്റ് റിമൂവ് ചെയ്യണമെങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഈ റിമൂവിലേക്ക് ഡ്രാഗ് ചെയ്താൽ അത് റിമൂവ് ആകുന്നതായിരിക്കും. പിന്നെ ഫോൺ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതിപ്പോൾ പ്രായമുള്ള ആളുകൾക്ക്, ഒരു 40+ ഏജ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഈ ഫോൺ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഓപ്പറേഷൻസ് വളരെ സിമ്പിളാണ്. പിന്നെ ഇത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. ജസ്റ്റ് ഈ ഫോൺ ഡയലർ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നിട്ട് അതിൽ ഫോൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയലറാണ് കാണുന്നത്. അതിൽ ജസ്റ്റ് ഡയൽ ചെയ്തിട്ട് കോൾ ബട്ടൺ പ്രസ് ചെയ്താൽ കോൾ പോകുന്നതായിരിക്കും. ഇപ്പോൾ സിം കാർഡ് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ കോൺടാക്ട്സ് ഫോൺ ബുക്കിൽ കയറണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ ബുക്ക് വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മെസ്സേജിങ് ഓപ്ഷൻ ഈ കാണുന്ന ഐക്കൺ, അതാണ് മെസ്സേജിങ് ഓപ്ഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൽ ഹെൽപ്പ് വരണം. ഓക്കെ, നോ കോൺവെർസേഷൻ. ഇപ്പോൾ പുതിയൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ന്യൂ മെസ്സേജ്, അപ്പോൾ ഓട്ടോമാറ്റിക് കീബോർഡ് വരുന്നതായിരിക്കും. എൻ്റെ കീബോർഡ് വളരെ വലുതായതുകൊണ്ട് വളരെ ഈസിയാണ് ടൈപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഹൗ ആർ യു. Okay. Oh, serious spelling mistake. You.
ഇത് വലിയ കീബോർഡായിട്ട് ടൈപ്പിംഗ് അത്ര പ്രോബ്ലം ആണെന്ന് തോന്നുന്നില്ല, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇത് കൺജസ്റ്റഡ് ആയിട്ട് വന്ന് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ വലിയ ഫുൾ ലെങ്ത്തിലുള്ള കീബോർഡ് വരുന്നതായിരിക്കും, അപ്പോൾ ടൈപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മെസ്സേജിങ് ഫംഗ്ഷൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ വൈഫൈ ഫംഗ്ഷൻസ്, ഇതിൻ്റെ നെറ്റ്, അതായത് ഇൻ്റർനെറ്റ് ബ്രൗസിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഡയറക്റ്റ്ലി ഒരു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസറിലേക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മെനുവിൽ കയറിയിട്ട് നമുക്ക് ബ്രൗസർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മൈക്രോമാക്സിൻ്റെ ഡീഫോൾട്ട് വെബ്സൈറ്റ് ലോഡ് ചെയ്യാനാണ്. ഡയറക്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇപ്പോൾ ഇത് മൈക്രോമാക്സിൻ്റെ വെബ്സൈറ്റാണ്. നമുക്ക് വേറെ വെബ്സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വെബ്സൈറ്റ് www.ikairali.com ikairali.com. അപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യണമെങ്കിൽ എൻ്റെ ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ഓക്കെ എന്ന് പറയാം. വളരെ ഫാസ്റ്റ് ആണ്, ക്രിസ്പ് ആൻഡ് ഫാസ്റ്റ് ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇത് പ്രസ് ചെയ്യണമെങ്കിൽ എൻ്റെ സൂമിംഗ് ഒക്കെ ഏകദേശം ഒരു S2ൻ്റെ തന്നെ പെർഫോമൻസ് ഉണ്ടെന്ന് എത്രയും പറയാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ഒരു ഫ്രീ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ബ്രൗസിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കണ്ടുവരുന്നത്. എൻ്റെ ബ്രൗസിംഗ് ഇനി നമുക്ക് എൻ്റെ വീഡിയോസ് എങ്ങനെ കാണുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. യൂട്യൂബ് ആപ്ലിക്കേഷൻ വന്നിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം ലിസ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാനിത് വൈഫൈ വഴിയാണ് ആക്സസ് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല സ്പീഡ് ഉണ്ടാവും ഇപ്പോൾ കാണുന്ന വീഡിയോസിന്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സെർച്ച് അടിക്കുക. അതിപ്പോൾ ഞാനുള്ള ഗംഗ്നം സ്റ്റൈൽ, ഇപ്പോഴത്തെ ട്രെൻഡി സോങ്ങാണ് ഗംഗ്നം സ്റ്റൈൽ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോങ് പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അധികം ഡിലേ വരുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. വൈഫൈ, എനിക്ക് തോന്നുന്നു വൈഫൈ ആക്സസ് എൻ്റെ ഇവിടുത്തെ വൈഫൈ വീക്ക് ആയതുകൊണ്ടായിരിക്കും കുറച്ച് ടൈം എടുക്കുന്നത്. ലെറ്റ്സ് സീ. എനിവേ, ഓക്കെ, വീഡിയോ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സൈഡിൽ പ്രസ് ചെയ്ത് വോളിയം ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്, വീഡിയോ കാണാനായിട്ട് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം 5" സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് 32 GB വരെ എക്സ്പാൻഡബിൾ മെമ്മറികളുണ്ട്. വേണമെന്ന് വെച്ചാൽ ഒരു 32 GB SD കാർഡ് വാങ്ങി ഫോണിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-15 മൂവീസ് തന്നെ, ഒരു കംപ്ലീറ്റ് മൂവീസ് തന്നെ നമുക്ക് ഇതിൽ കോപ്പി ചെയ്തിടാൻ പറ്റും. പിന്നെ അതുപോലെ thousands of സോങ്സും കോപ്പി ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഓൺ ദ ഗോ വൈൽ ട്രാവലിംഗ് നമുക്ക് മൂവീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വലിയ സ്ക്രീനിൽ എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ഹെഡ്ഫോൺസും വരുന്നുണ്ട്, ഓൾമോസ്റ്റ് നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള ഹെഡ്ഫോൺസ്. അപ്പോൾ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ ഹെഡ്ഫോൺസിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഫോണാണ്. എസ്പെഷ്യലി ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ള ഫോൺ വേറെ ഇപ്പോൾ അവൈലബിൾ അല്ല. കാരണം എല്ലാവരും ഈ ഫോണിൻ്റെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ പെർഫോമൻസ് ഈ പറയുന്ന പോലെ ഉണ്ടാകുമോ അതോ സാധാരണ ചൈനീസ് ഫോൺസ് പോലെ ആയിരിക്കും എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് വെരി ഇംപ്രസീവ് ദിസ് ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 10,000 rupees ഏതെങ്കിലും ആൻഡ്രോയിഡ് ഫോൺസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സാംസങ്ങിൻ്റെ അല്ലെങ്കിൽ സോണി അല്ലെങ്കിൽ അതുപോലത്തെ കമ്പനീസിൻ്റെ ഫോൺസ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതുപോലത്തെ ഈ 10,000 rupees ഇത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഫോൺ വാങ്ങുന്നതായിരിക്കും. ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് വാല്യൂ ഫോർ മണി. നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ബ്രാൻഡ് വാല്യൂക്ക് വേണ്ടി പകുതി കാശ് കൊടുത്തിട്ട് ബാക്കി ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ. പിന്നെ മൈക്രോമാക്സ്, ഞാൻ സാംസങ്ങിൻ്റെ ആപ്പിളിൻ്റെ ഫാനാണ്. മൈക്രോമാക്സ് ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു ഡിവൈസ് അവർ പുറത്തിറക്കിയത് കൊണ്ട് മാത്രം ഞാനിപ്പോൾ മൈക്രോമാക്സ് ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. അപ്പോൾ വെൻ യു പ്ലാനിങ് ടു ബൈ എ ഫോൺ, പ്ലീസ് ചെക്ക് ദിസ് ഫോൺ ആസ് വെൽ. This is Daniel from ikairali.com. So if you have any doubts, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് മെയിൽ മീ at ikairali@gmail.com. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീച്ചേഴ്സ്, ടെക് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ മെയിൽ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ within 24 hours നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് Daniel signing off right now. See you later. Bye.